കാസർഗോഡുണ്ട് എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഹോസ്ദുർഗ് കോടതി പരിസരത്ത് വലിയ സുരക്ഷയിൽ പോലീസ് സന്നാഹം അവിടെ സജ്ജമായിരിക്കുന്നത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് തള്ളിയിരുന്നു. അതിനുശേഷം രാഹുൽ എവിടെയാണ് എന്നതിനെപ്പറ്റി SIT തലപുകഞ്ഞ് അന്വേഷിക്കുകയായിരുന്നു. ഏതെങ്കിലും കോടതിയിൽ രാഹുൽ കീഴടങ്ങുക എന്ന് പറയുന്ന SITക്ക് ഉണ്ടാക്കുന്ന നാണക്കേട് അത് ചെറുതയല്ല. കാര്യം ഈ പോയ 8 ദിവസങ്ങളിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ SIT കൊണ്ടുപിടിച്ച് അന്വേഷണം നടക്കാറുണ്ടപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഏതെങ്കിലും കോടതിയിൽ രാഹുൽ പോയി കീഴടങ്ങുക എന്ന് പറയുന്നത് അവർക്കുണ്ടാക്കുന്ന നാണക്കേട് അത് ചെറുതല്ല. അത് ഒഴിവാക്കാൻ, രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാൻ, അറസ്റ്റ് ചെയ്യാൻ SIT പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ മണിക്കൂറിലും അത് ശ്രമിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനിടയിൽ ഇപ്പോഴും പോലീസ് വ്യക്തമാക്കാതെ വെച്ചിരിക്കുന്ന വിവരം എന്തിനാണ് വൈകുന്നേരം അടക്കേണ്ട ഈ കോടതി അത് തുടരണം എന്ന് പോലീസ് അഭ്യർത്ഥിക്കുന്ന കാര്യം മാത്രം പിടികിട്ടുന്നില്ല. അത് എവിടെ നിന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനോടകം പിടിയിലായിട്ടുണ്ട് എന്നത് പോലീസ് സ്ഥിരീകരിക്കാതിരിക്കുകയാണോ എന്ന കാര്യവും അറിയില്ല. 2 പേർ പിടിയിലായിട്ടുണ്ട് എന്ന കാര്യം, ഒന്ന് രാഹുലിന്റെ സഹായിയും ഒരു ജോസ് എന്ന് പറയുന്ന ഒരാളും, ഡ്രൈവറാണെന്ന് തോന്നുന്നു, ജോസ് എന്ന് പറയുന്ന ആളും പിടിയിലായിട്ടുണ്ട് എന്ന അതിലൊരാൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ബാംഗ്ലൂരിൽ എത്തിച്ച ഡ്രൈവറാണ്, ഒരാൾ സഹായിയാണ്. 2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നത് മാത്രമാണ് സ്ഥിരീകരിക്കുന്ന വിവരം. അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ എവിടുന്നെങ്കിലും ഇതിനോടകം പോലീസ് പിടികൂടിയിട്ടുണ്ടോ, കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയാണോ ഈ കോടതി തുറന്നു വെക്കണമെന്ന അഭ്യർത്ഥന, എന്ന പോലീസിന്റെ അഭ്യർത്ഥന എന്ന കാര്യമൊന്നും അറിയില്ല. എന്തായാലും വൈകുന്നേരം അടക്കേണ്ട കോടതി ഈ സമയം തുറന്നിരിക്കുകയാണ്. DYFI പ്രവർത്തകരും BJP പ്രവർത്തകരും അവിടെയുണ്ട്. ഈവൻ ഫുൾ ഒരുപക്ഷെ സംഘർഷഭരിതമായ ഒരു രാത്രി കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ ഒരുപക്ഷെ ഈ രാത്രി സാക്ഷ്യം വഹിച്ചേക്കാം എന്നതിന്റെ സൂചനകളൊക്കെയും അവിടെ നിന്ന് കാണുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് നാടകീയമായ ഈ വികാസങ്ങൾ സംഭവിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി പ്രസ്താവം അല്പസമയം മുൻപാണ് പുറത്തു വന്നത്. കാര്യകാരണ സഹിതം എന്തൊക്കെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിഫൻസിനായി ഉന്നയിച്ചത്, സമീർ C. മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, അവിടെ സംഭവിക്കുന്നത് എന്താണ്? എന്തിനാണ് ഈ കോടതി തുറന്നു വെച്ചിരിക്കുന്നത്? രാഹുൽ ഹാജരാകാൻ വരുന്നതാണോ, രാഹുലിനെ പിടികൂടി കൊണ്ടുവരികയാണോ? എന്തെങ്കിലും സൂചനയുണ്ടോ സമീർ? ഹാഷ്മി, ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു മറുപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്നില്ല. അതേസമയം തന്നെ കോടതി ഇത്രയധികം സമയം തുറന്നിരിക്കണമെങ്കിൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അല്ലായെങ്കിൽ 5 മണിയോടെ അടച്ചു പോകേണ്ടതാണ് കോടതി. പക്ഷേ ഇപ്പോഴും മജിസ്ട്രേറ്റും അതുപോലെ തന്നെ അവിടെയുള്ള ജീവനക്കാരും കോടതിയിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കോടതി പരിസരം വലിയ രീതിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുമുണ്ട്. ഹോസ്ദുർഗ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ എത്തിക്കൊണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബസ്സിലാണ് ഇപ്പോൾ ഇവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ചുകൊണ്ട് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ DYFIയും അതുപോലെ തന്നെ BJP പ്രവർത്തകരും ഇവിടെ എത്തി പ്രതിഷേധിക്കുന്നുണ്ട്. DYFI പ്രവർത്തകർ മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതി തുടരുന്നത് പോലീസിന്റെ അഭ്യർത്ഥനയിലാണെന്നുള്ളതാണ്. രാഹുൽ സ്വമേധയെത്തി കീഴടങ്ങൾ വരുമ്പോൾ പിടികൂടുക എന്നതാണ് സ്ട്രാറ്റജിയെങ്കിൽ അങ്ങനെ പോലീസ് ഒഫീഷ്യലി ഹാജരാകാൻ വരുന്ന രാഹുലിന് വേണ്ടി കോടതി തുറന്നു വെക്കൂ എന്ന അഭ്യർത്ഥന നടത്തില്ലല്ലോ. അപ്പോൾ അതിനപ്പുറം എന്തോ നടന്നിട്ടുണ്ട് എന്നതിന്റെ സൂചനയല്ലേ പോലീസിന്റെ അഭ്യർത്ഥന സമീർ? ഹാഷ്മി, അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാസർഗോഡ് നമുക്കറിയാം കർണാടകവുമായി ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന വഴി പോലീസിന് കസ്റ്റഡിയിൽ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു നിഗമനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്താനേ നമുക്കിപ്പോൾ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ അവിടേക്ക് കൊണ്ടുവരികയും കോടതിയിൽ ഹാജരാക്കും, തുടർ നടപടികൾ സ്വീകരിക്കും. അതിന്റെ ഭാഗമായി കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് ജില്ലാ പോലീസ് മേധാവിയോ അതുപോലെ തന്നെ ഹോസ്ദുർഗ് DYSPയോ ആരും തന്നെ തയ്യാറാകുന്നില്ല. എന്നാൽ അവർ അതിനെ തള്ളിക്കളയുന്നില്ല പൂർണ്ണമായും. അത്തരമൊരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ സാന്നിധ്യം ഈ ഹോസ്ദുർഗ് കോടതി പരിസരത്തുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധമായിക്കൊണ്ട് BJP പ്രവർത്തകരും അതുപോലെ DYFI പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുമുണ്ട്. DYFI പ്രവർത്തകരുടെ പ്രതിഷേധം നമുക്കറിയാം. പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ SIT കസ്റ്റഡിയിൽ എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അതുതന്നെയാണ് പോലീസ് ഈ കോടതി തുറന്നു വെക്കാൻ അഭ്യർത്ഥന നടത്തുന്നതിന് കാരണം എന്ന് തന്നെ കൃത്യമായി അറിയാൻ കഴിയുന്നുണ്ട്. എവിടെ നിന്നാണ് കസ്റ്റഡി എടുത്തത് എന്ന കാര്യം അടക്കം അല്പസമയത്തിന് നമുക്ക് അറിയാനും കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിൽ SIT കസ്റ്റഡിയിൽ എന്ന വിവരം എന്ന സൂചന ഇപ്പോൾ വരുന്നു. കോടതി പരിസരത്ത് വലിയ സുരക്ഷയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.